ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കൂട്ടുകാരൊക്കെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെയൊക്കെ പേരുകൾ വായിക്കാം. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കണ്ടില്ലേ? എന്താണ് നമ്മുടെ സ്റ്റോറിയുടെ പേര്? ദ മിറർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചിരുന്നത്? മുക്കുവനൊരു കണ്ണാടി കിട്ടി അല്ലേ? അതുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. ദ ഫൈറ്റ്. ദ ഫിഷർമാൻ റീച്ച്ഡ് ഹോം ആൻഡ് കാൾഡ് ഹിസ് വൈഫ് ഇൻ എക്സൈറ്റ്മെന്റ്. See who's there in it. He showed her the mirror. She looked eagerly into it. She saw the face of a woman in it. Oh, my mother, she looked so young. She was thrilled. Where did you get this thing from, mother? Whose mother? The fisherman turned the mirror towards his face. It's my father. She grabbed the mirror from him and looked into it again. Are you joking? It's my mother, she cried out. The man was annoyed and snatched the mirror from her hands. He looked at it again to assure himself that it was his father. There's something wrong with you. You're going crazy. I will never show you this again, he said. His wife tried to grab the mirror from him. The fisherman held on to it. They started battling for the mirror. The mirror fell down on the floor and broke into pieces. They stopped fighting and looked at the pieces. The pieces reflected their image. അങ്ങനെ മുക്കുവനെ കണ്ണാടിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ആവേശത്തോടെ തൻ്റെ ഭാര്യയെ വിളിച്ചു. നോക്കൂ, ഇതിൽ ആരാണെന്ന്. അവൾ ആകാംക്ഷയോടെ കണ്ണാടിയിലേക്ക് നോക്കി. അവൾ അതിലൊരു സ്ത്രീ രൂപം കണ്ടു. ഓ, എൻ്റെ അമ്മ, വളരെ ചെറുപ്പമായിരിക്കുന്നല്ലോ. ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? അവൾ ചോദിച്ചു. അമ്മയോ? ആരുടെ അമ്മ എന്ന് ചോദിച്ചുകൊണ്ട് മുക്കുവൻ കണ്ണാടി അയാൾക്ക് നേരെ പിടിച്ചു. ഇതെൻ്റെ അച്ഛനാണ്. അപ്പോൾ അയാൾ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഇതെൻ്റെ അച്ഛനാണ്. അപ്പോൾ വൈഫ് എന്താ ചെയ്ത്? അയാളുടെ കയ്യിൽ നിന്നും കണ്ണാടി പിടിച്ച് വാങ്ങി വീണ്ടും നോക്കി. ഇതെൻ്റെ അമ്മയാണ്. അപ്പോൾ അയാൾ അവളുടെ കയ്യിൽ നിന്നും കണ്ണാടി തട്ടിപ്പറിച്ച് വീണ്ടും അതിലേക്ക് നോക്കി. അത് തൻ്റെ അച്ഛനാണെന്ന് ഉറപ്പ് വരുത്തുന്നത് പോലെ അയാൾ ഇങ്ങനെ നോക്കി. എന്നിട്ട് അയാൾ പറഞ്ഞു, നിനക്ക് ഭ്രാന്തി പിടിച്ചോ? ഇത് ഇനി ഞാൻ നിന്നെ കാണിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്നും പിടിച്ചു വലിക്കാൻ നോക്കി കണ്ണാടി. പക്ഷെ അയാൾ എന്ത് ചെയ്തു? അത് മുറുകെ പിടിച്ചു. രണ്ടുപേരും വഴക്കായി, യുദ്ധമായി. അപ്പം എന്താ ചെയ്തേ? കണ്ണാടി താഴെ വീണു. ചെറു കഷ്ണങ്ങളായിട്ട് ആകെ അങ്ങോട്ട് ചിന്നി ചിതറി അവൾക്ക്. അപ്പോൾ അയാളും അദ്ദേഹത്തിൻ്റെ വൈഫും വഴക്കൊക്കെ അവസാനിപ്പിച്ചു. ആ കണ്ണാടി കഷ്ണങ്ങളിലേക്ക് നോക്കിയപ്പോൾ ആ കണ്ണാടി കഷ്ണങ്ങളിൽ അവരുടെ മുഖം പ്രതിഫലിക്കുന്നത് അവർ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോറിയിലെ മെയിൻ ഐഡിയാസൊക്കെ പറഞ്ഞു തന്നിരുന്നു. അതെല്ലാ കൂട്ടുകാർക്കും ഓർമ്മയില്ലേ? ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ എ ലോൺലി ഐലൻഡ്. ദ പീപ്പിൾ ഓഫ് ദ ഐലൻഡ് ലെഡ് എ ക്വയറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ്. They had no electricity, no phone, no television, no newspaper. The islanders came to know about the world outside through the ship that passed the island. His father died some days ago, so he was sad. One day, the fisherman got a mirror from the seashore. At first, he was scared, so he threw the mirror away. He thought the image on the mirror was his father. He took the mirror home. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ മറ്റൊരു സ്റ്റോറി പഠിച്ചു. ആരൊക്കെയാണ് അതിലെ കഥാപാത്രങ്ങൾ? ലാലു, മുന്നി, കിച്ചു. നിങ്ങൾക്ക് കഥ മനസ്സിലായില്ലേ? മൈ ഫിഷ്, നോ മൈ ഫിഷ്. അപ്പോൾ ഈ കഥ ഇതിൽ രണ്ട് കൂട്ടുകാർ തമ്മിൽ മീൻ പിടിക്കാൻ പോകുന്നു. അപ്പോൾ കൂടെ കൂടി അങ്ങനെ അവർ ആദ്യം കാണുന്ന മീനും പിന്നെ അങ്ങനെ മീൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയും ഇതെൻ്റെതാണ്, ഇതെൻ്റെതാണ്. അങ്ങനെ പറഞ്ഞ് അവർ ചൂണ്ടയിട്ടിട്ട് എന്ത് സംഭവിച്ചു? മീനുകൾ അതിലും ബുദ്ധിശാലികളായിരുന്നു. അവരതൊരു കല്ലിൽ കൊളുത്തിയിട്ടു അല്ലേ? എന്നിട്ടോ അപ്പോൾ ഇവരിത് വലിച്ചപ്പോൾ
അവരുടെ സ്റ്റിക്കൊക്കെ പൊട്ടിപ്പോയി. ഒരാൾ പുറകിലോട്ടും ഒരാൾ ആ വെള്ളത്തിലേക്കും വീണു. ടുഡേയ്സ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിഷർമാനും വൈഫും പിന്നീട് എന്താണ് ആ കണ്ണാടി പൊട്ടിപ്പോയപ്പോൾ പിന്നീട് എന്താവും അവർ സംസാരിച്ചിട്ടുണ്ടാവുക, അതാണ് നമ്മൾ എഴുതേണ്ടത്. ഫിഷർമാൻ: യു ബ്രോക്ക് മൈ പിക്ചർ. വൈഫ്: നോട്ട് ഐ. യു ഡിഡ് ഇറ്റ്. ഫിഷർമാൻ: നോ, ഐ കാൺട്ട് സീ മൈ ഡിയർ ഫാദർ. Wife: yes, me too, can't see my dear mother. Fisherman: we should not have quarreled. Wife: yes, you are right. Fisherman: shall we collect the pieces? Wife: yes, of course, both put them together. Both: we haven't missed our father and mother. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അനാമിക അഭിനവ്, ഫാത്തിമ റിൻഷ, കൃഷ്ണപ്രിയ, ജ്യോതിഷ്, കാർത്തികേയൻ, സ്വാദിഖ് അലി, മുഹമ്മദ് റിഷാൻ, സഞ്ജൻ കൃഷ്ണ, മുഹമ്മദ് സിനാൻ, ഷഹീം ഷാ, അനിരുദ്ധ്, അനുഷ, അബ്ദുൽ ഖാദർ മാസിൻ, ശ്രീനന്ദ, ദേവാഞ്ജന, ഐമൻ ഷെറിൻ, അലൈന, ആദർശ്, റുമാന, അൻഷ, കാർത്തിക, ഹന്ന, ആർദ്ര, ഗൗരി ചന്ദ്ര, വൃന്ദ, ശിവാനി ബാലകൃഷ്ണൻ, മീനാക്ഷി, ആയിഷ ഫർഹ, മറിയം, തനുഷ്ക, ആഞ്ചലീന ജോണി, ഇത്രയും കൂട്ടുകാരാണ് ഹായ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.